ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് കറുമുറയാണ്. കറുമുറ എന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ ഫിഷാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. മുള്ളു മാറ്റിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. കഷ്ണത്തിലേക്കൊക്കെ എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബാറ്റർ ഉണ്ടാക്കാം. നമ്മുടെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസ് ആവണ്ട, അതുപോലെ തന്നെ ഒരുപാട് തിക്കും ആവണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അങ്ങനെ ബാറ്റർ റെഡിയായി. അതുപോലെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് റവ കൂടി എടുക്കാം. ഇനി നമുക്ക് ഫിഷ് എടുത്ത് ബാറ്ററിൽ മുക്കിയതിന് ശേഷം റവയിൽ കോട്ട് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഫിഷ് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ആദ്യം മാവിൽ മുക്കാം, അതിനുശേഷം റവയിൽ കോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഫിഷും ഇവിടെ മാവിൽ മുക്കി റവയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ കംപ്ലീറ്റ് ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് കറുമുറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. അതുപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.